ശ്രീ മഹാഭാരതത്തിൽ വനപർവ്വത്തിലെ കർണന്റെ ജീവചരിത്രം, ആദ്യപർവ്വത്തിലെ ചുരുക്കി പറഞ്ഞ ആ ചരിത്രത്തെ വനപർവ്വത്തിന്റെ അവസാന ഭാഗത്ത് ഒന്നുകൂടി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് വ്യാസൻ. കർണന്റെ കവചങ്ങളും കുണ്ടലങ്ങളും, കവചകുണ്ടലങ്ങൾ അദ്ദേഹത്തിന് ജന്മസിദ്ധമായിട്ട് കിട്ടിയതാണ്, അമൃതമയമാണ്, അല്ലെങ്കിൽ അമൃതോദ്ഭവങ്ങളാണ്, അമൃതത്തിൽ നിന്ന് ഉണ്ടായതാണ്, അല്ലെങ്കിൽ അമൃതന്റെ ശക്തി, അതായത് മരണത്തിൽ നിന്നും രക്ഷിക്കുന്ന ആ ഒരു കവചമാണ് അദ്ദേഹത്തിൻ്റെത്. കുണ്ടലങ്ങളും അതിനു വേണ്ടിയുള്ളത് തന്നെയാണ്. അതെങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് കർണന്റെ ജീവചരിത്രം ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നത്. അങ്ങനെ കർണൻ സൂര്യപുത്രനായിട്ട് ദുർവാസാവിൻ്റെ വരം, ആവശ്യമില്ലാതെ കിട്ടിയ വരം, ദുർവാസാവിനെ കുന്തി തൻ്റെ ചെറിയ പ്രായത്തിൽ കന്യകയായിരിക്കുന്ന സമയത്ത് തൻ്റെ വളർത്തച്ഛനായ കുന്തിഭോജന്റെ നിർദ്ദേശപ്രകാരം പരിചരിച്ചു. അത് ആത്മാർത്ഥമായി പരിചരിച്ചു എന്നുള്ളതിൻ്റെ ഒരു പുരസ്കാരം പോലെയാണ് കൊടുത്തതെങ്കിലും, റിവാർഡ് ആണെങ്കിലും അതൊരു പണിഷ്മെൻ്റ് ആയിട്ടാണ് കുന്തിക്ക് അനുഭവത്തിൽ വന്നത്. ദുർവാസാവിൻ്റെ അനുഗ്രഹങ്ങളും ശാപങ്ങളൊക്കെ പ്രസിദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ ശാപങ്ങളാണ് പുരാണങ്ങളിൽ കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ളത്, കുപ്രസിദ്ധമായിട്ടുള്ളത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഒരാൾക്ക് വലിയ ജീവിത ദുഃഖത്തിന് കാരണമായി തീർന്നു എന്ന് കാണിക്കുന്നതാണ് ഈ കഥ. അല്ലാതെ ദുർവാസാവ് മറ്റൊരാളെ അനുഗ്രഹിച്ചതായിട്ട് നമുക്ക് കാണാനും സാധിക്കുകയില്ല. അതേസമയത്ത് ഇവിടെ ദുർവാസാവ് എന്ന് തോന്നുന്ന വിധം പറഞ്ഞു എന്നല്ലാതെ വനപർവ്വത്തിലെ ഈ കർണകഥയിൽ എവിടെയും ദുർവാസാവിൻ്റെ പേര് പറഞ്ഞിട്ടുമില്ല. പിന്നെ എവിടെ നിന്നാണ് ദുർവാസാവിൻ്റെ പേര് ഇതിനകത്ത് കടന്നുകൂടിയത് എന്ന് നമ്മളൊന്ന് ഉറക്കെ ആലോചിക്കേണ്ടതുമുണ്ട്. ഏതായാലും ദുർവാസാവിൻ്റെ ഈ വരം കന്യകയായ കുന്തി അവരുടെ ഒരു അറിവില്ലായ്മ കൊണ്ട് ഈ വരം, ഈ മന്ത്രം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പോലും ഈ ബ്രാഹ്മണൻ കുന്തിക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. ദിവ്യമായ ഒരു മന്ത്രം, നിനക്ക് ദേവതമാരെ ആഹ്വാനം ചെയ്യാൻ സാധിക്കുന്ന മന്ത്രം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവർ നിനക്ക് വശങ്കതരാകും എന്നാണ് ആ മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത്. അപ്പം അതുകൊണ്ട് ദോഷം വരാനുണ്ട് എന്ന് കുന്തിക്ക് അറിയില്ല. പക്ഷേ സൂര്യനെ ആഹ്വാനം ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ തകരാറ്, അതിൻ്റെ വലിയ അപകടം കുന്തി തിരിച്ചറിയുന്നത്. തനിക്ക് വശങ്കതനാകേണ്ട, അല്ലെ വശങ്കതനായിട്ട് തനിക്ക് കിങ്കരനായിട്ട് പ്രവർത്തിക്കേണ്ട സൂര്യനാണ് തന്നെ നിർബന്ധപൂർവം ശരീരസംഘത്തിന് വേണ്ടിയിട്ട്, ആത്മപ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുകയും അത് ചെയ്തില്ലെങ്കിൽ തൻ്റെ അച്ഛനെയും തനിക്ക് മന്ത്രോപദേശം തന്ന ബ്രാഹ്മണനെയും ദഹിപ്പിക്കുമെന്നും തന്നെയും തൻ്റെ കുലത്തെയും ശപിച്ച് ഇല്ലായ്മ ചെയ്യുമെന്നും കുന്തി അറിയുന്നതും ഒടുവിൽ ഗത്യന്തരമില്ലാതെ സൂര്യദേവന് വഴങ്ങുകയും ചെയ്യുന്നത്. ഏതായാലും കുന്തിദേവി ഈ കാര്യത്തിൽ വളരെ നിരപരാധി ആണ് എന്നാണ് നമുക്ക് മഹാഭാരതം നിഷ്പക്ഷമായി വായിച്ചാൽ തോന്നുക. കുന്തിദേവിയെ എന്തോ വലിയ പാതകം ചെയ്തു എന്ന രീതിയിൽ പല നിരൂപകന്മാരും അവതരിപ്പിച്ച് കാണാറുണ്ട്. അത് ശരിയായ രീതിയല്ല. മഹാഭാരതത്തെ ശ്രദ്ധയോടെ വായിച്ചാൽ ആർക്കും മനസ്സാക്കാൻ സാധിക്കുന്ന കാര്യമാണിത് എന്ന് നമ്മൾ അറിയുക. ഇനി കുന്തിദേവി ഈ സൂര്യനിൽ നിന്ന് ഗർഭം ധരിച്ചു. ശുക്ലപക്ഷത്തിലെ ആണ് ഈ ഗർഭധാരണ ഉണ്ടായത് എന്ന് പറയുന്നു. സാധാരണ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴുള്ള സമയം വെച്ചാണ് ജാതകം കണക്കാക്കുക. ഇവിടെ ഗർഭധാരണവുമായിട്ട് ബന്ധപ്പെട്ട ശ്ലോകത്തിലാണ് ശുക്ലപക്ഷത്തിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ആ ഗർഭം ഉണ്ടായതിനു ശേഷം അത് ബന്ധുക്കളിൽ നിന്നും മറച്ചു വയ്ക്കേണ്ടി വന്നു. കാരണം ബന്ധുക്കൾ അറിഞ്ഞാൽ, അവിവാഹിതയായ കന്യകയ്ക്ക് ഗർഭം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു കുലത്തിനും അതുപോലെ തനിക്കും അപമാനമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് കുന്തിദേവി അത് മറച്ചു വയ്ക്കുകയും തൻ്റെ ധാത്രേയിക, തൻ്റെ വളർത്തമ്മയായിട്ടുള്ള ആ സ്ത്രീയെ മാത്രം അറിയുകയും ചെയ്തു. അവരെ മാത്രം അത് ധരിപ്പിക്കുകയും ഈ ഗർഭത്തെ അവരെ മനഃപൂർവ്വം മറച്ചു വയ്ക്കുകയും ചെയ്തു. അങ്ങനെ 10 മാസം കഴിഞ്ഞ് പ്രസവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ദശോത്തരേ പക്ഷേ എന്നൊക്കെയുള്ള ചില വാക്കുകളിലൂടെ അത് സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. 10 മാസം കഴിഞ്ഞ് പ്രസവിച്ച സമയത്ത്
അതിതേജസ്വിയായ കുഞ്ഞിനെയാണ് പ്രസവിച്ചത്. കവചമുണ്ടായിരുന്നു, കുണ്ടലങ്ങളുണ്ടായിരുന്നു. സൂര്യൻ അനുഗ്രഹിച്ചതുപോലെ തന്നെയായിരുന്നു. യഥാസ്യ പിതരം തഥാ, അദ്ദേഹത്തിൻ്റെ അച്ഛനെ പോലെ തന്നെ തേജസ്സും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. കുന്തി എന്ത് ചെയ്യണം? തൻ്റെ ധാത്രേയികയുമായി ആലോചിച്ച് ആ കുഞ്ഞിനെ പുഴയിൽ ഒഴുക്കാൻ വേണ്ടി തീരുമാനിച്ചു. പുഴയിൽ ഒഴുക്കുക എന്ന് പറയുമ്പോൾ ആ കുഞ്ഞ് മരിച്ചു പോകില്ലേ, മുങ്ങിപ്പോകില്ലേ എന്നാണെങ്കിൽ അങ്ങനെയല്ല. വളരെ സുരക്ഷിതമായ രീതിയിൽ പുഴയിൽ ഒഴുക്കി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചെന്ന് വളർന്നുകൊള്ളും, ആരെങ്കിലും വളർത്തിക്കൊള്ളും എന്നുള്ള വിശ്വാസവും പ്രതീക്ഷയും ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ തയ്യാറെടുപ്പ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ജാതമാത്രം ച തം ഗർഭം ധാത്ര്യാ സമ്മന്ത്രഭാവിനി മഞ്ജൂഷായാം സമാധായ സ്വാസ്തീർണായാം സമന്തത. ഒരു മഞ്ജൂഷ എന്ന് വെച്ചാൽ പെട്ടി, ചെറിയ പെട്ടി, ഒരു കുഞ്ഞിന് കിടക്കാൻ പാകത്തിനുള്ളൊരു പെട്ടിയിൽ സ്വാസ്തീർണായം ആസ്തീർണായം, നല്ല രീതിയിൽ കുഞ്ഞിന് സുഖമായി കിടക്കാൻ സാധിക്കുന്ന രീതിയിൽ നല്ല പട്ട് തുണികൾ കൊണ്ട് അതിനെ അലങ്കരിച്ചും അത് വിരിച്ചും മൃദുവായിട്ടുള്ള കിടപ്പിനുള്ള സൗകര്യം ഒരുക്കിയിട്ടും, അതുപോലെ അതിൽ മധുച്ഛിഷ്ടസ്ഥിതായാം എന്ന് പറഞ്ഞിരിക്കുന്നു. മധുച്ഛിഷ്ടം എന്ന് വെച്ചാൽ മെഴുക് എന്നുള്ളതിൻ്റെ സംസ്കൃത പദമാണ്. അപ്പം മെഴുക് എന്തിനാണ് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ അതിൽ കാറ്റ് കടക്കാനുള്ള, അതായത് വായുപ്രവാഹത്തിന് വേണ്ടിയിട്ട് സൗകര്യം ചെയ്തുകൊണ്ട് മുകൾ ഭാഗത്തൊക്കെ വായുപ്രവാഹം വരികയും താഴെ ഭാഗത്തു കൂടി വെള്ളം ഇതിനകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് മെഴുക് കൊണ്ട് അതിൻ്റെ ദ്വാരങ്ങളെ അടച്ചു എന്നാണ് മധുച്ഛിഷ്ടസ്ഥിതായാം മഞ്ജൂഷായാം എന്ന് പറഞ്ഞത്. അപ്പോൾ അത്രയും സുരക്ഷിതത്വം ഒരുക്കിയിട്ടാണ് ആ കുഞ്ഞിനെ അശ്വനദി എന്ന നദിയിലാണ് ഒഴുക്കിയത്. ഇത് ഒഴുക്കുന്ന സമയത്ത് കുന്തിദേവി വല്ലാതെ ദുഃഖിതയായി കരയുകയും ചെയ്തു. അതുപോലെ എല്ലാ ദേവന്മാരോടും പ്രാർത്ഥിക്കുകയും ചെയ്തു. സ്വസ്തിതേ ചാന്തരീക്ഷേഭ്യ പാർത്ഥിവേഭ്യശ്ച പുത്രക ദിവ്യേഭ്യശ്ചൈവ ഭൂതേഭ്യ തഥാ തോയചരാശ്ച യേ. കുഞ്ഞേ, നിനക്ക് സ്വസ്തി, മംഗളമുണ്ടാകട്ടെ. ഭൂമിയിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും, അതുപോലെ ആകാശത്തുള്ള ജീവജാലങ്ങളിൽ നിന്നും, അതുപോലെ തോയചരാഹ, ജലചരങ്ങളായ ജലത്തിൽ സഞ്ചരിക്കുന്നതായ ജീവികളിൽ നിന്നും നിനക്ക് മംഗളമുണ്ടാകട്ടെ. വരുണൻ, ജലത്തിൻ്റെ ദേവതയായ വരുണൻ നിന്നെ രക്ഷിക്കട്ടെ. അഗ്നി നിന്നെ രക്ഷിക്കട്ടെ. നിന്റെ പിതാവായ സൂര്യൻ നിനക്ക് രക്ഷ നൽകട്ടെ. എല്ലാ ദേവന്മാരും, മരുത്തുക്കളും ഇന്ദ്രാദി ദേവന്മാരൊക്കെ തന്നെ നിനക്ക് സംരക്ഷണം ഒരുക്കട്ടെ. നിന്നെ ആരാണോ, ഏത് ഭാഗ്യവതിയാണോ നിന്നെ വളർത്താൻ വേണ്ടിയിട്ട് സ്വീകരിക്കുന്നത്, അവൾക്ക് നിന്നെ മുലയൂട്ടാൻ സാധിക്കട്ടെ. നീ ചെന്ന് ഏതെങ്കിലും നാട്ടിൽ ചെന്ന് വളർന്ന് വിദേശത്ത്, ദൂരദേശത്ത് എവിടെയെങ്കിലും നീ വളർന്നു വരുന്നതായിട്ട് എനിക്ക് അറിയാൻ സാധിക്കട്ടെ. അപ്പോൾ നിൻ്റെ ശരീരത്തിലുള്ള ഈ കവചവും കുണ്ടലങ്ങളും നിൻ്റെ അടയാളമായിട്ട്, തിരിച്ചറിയാനുള്ള അടയാളമായിട്ട് വരികയും അങ്ങനെ ഞാൻ നിന്നെ തിരിച്ചറിയുകയും ചെയ്യട്ടെ എന്നൊക്കെ കുന്തിദേവി പ്രാർത്ഥിക്കുകയാണ്. പിതാവ്, നിൻ്റെ അച്ഛനായ സൂര്യൻ തൻ്റെ ദിവ്യ ചക്ഷുസ് കൊണ്ട്, ദിവ്യ ദൃഷ്ടി കൊണ്ട് നീ നദിയിൽ ഒഴുകുന്നത് കണ്ടെത്തും. അദ്ദേഹം നിനക്ക് വേണ്ടുന്ന സുരക്ഷ ഒരുക്കുകയും ചെയ്യും. അങ്ങനെ ഏതെങ്കിലും ദേശത്ത് എത്തിയ ശേഷം യൗവനയുക്തനായിട്ട് കൂടുതൽ ശൗര്യത്തോടെ, പരാക്രമത്തോടെ നിന്നെ എനിക്ക് കാണാൻ സാധിക്കുമാറാകട്ടെ എന്നൊക്കെ കുന്തി ആത്മാർത്ഥമായിട്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അശ്വനദിയിൽ ഒഴുക്കി. അശ്വനദിയിലൂടെ ആ പെട്ടി ഒഴുകി ചെന്ന് ചർമ്മണ്ണതി എന്ന് പറയുന്ന മറ്റൊരു നദിയിലേക്ക് എത്തിച്ചേർന്നു. ആ നദി ചെന്ന് ചേരുന്നത് യമുനാ നദിയിലാണ്. യമുനാ നദിയിലൂടെ ഒഴുകി ആ യമുനാ നദി ഗംഗാ നദിയുമായിട്ട് പ്രയാഗത്തിൽ ചെന്ന് ചേരും. അങ്ങനെ ഗംഗാ നദിയിൽ എത്തിച്ചേർന്നു. ഈ ഗംഗാ നദിയുടെ തീരത്ത് ഉള്ള ഒരു സ്ഥലമാണ് ചമ്പാപുരി എന്ന് പറയുന്ന പുരി. ചമ്പാപുരിയും അംഗരാജ്യവും അടുത്തടുത്തുള്ള രണ്ട് ചെറിയ ചെറിയ രാജ്യങ്ങളാണ്. അപ്പോൾ ഈ ചമ്പാപുരിയിൽ വസിക്കുന്ന ധൃതരാഷ്ട്രരുടെ സൂതനായിട്ടുള്ള അധിരഥൻ എന്നു പേരുള്ള സൂതൻ, ആ സൂതൻ്റെ ഭാര്യയുടെ പേര് രാധ എന്നാണ്. ഇവർ കുട്ടികളില്ലാത്തവരാണ്, അനപത്യത ദുഃഖം അനുഭവിക്കുന്നവരാണ്. ദീർഘകാലമായിട്ട് അവർക്ക് കുട്ടി ഉണ്ടായിട്ടില്ല. അങ്ങനെ ഈ ഗംഗാനദിയിൽ ഒഴുകി വരുന്ന ഈ പെട്ടി കാണുകയും അതിലെ കുഞ്ഞിനെ കിട്ടിയപ്പോൾ രാധ വളരെ സന്തോഷത്തോടു കൂടി തൻ്റെ ഭർത്താവിനെ കാണിച്ചു കൊടുക്കുകയും ഭർത്താവായ അതിരഥൻ അത് ആ കുഞ്ഞിനെ വളർത്താൻ വേണ്ടിയിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നു. വളരെ സന്തോഷമായിട്ട് അവർ ആ കുഞ്ഞിനെ വളർത്തുകയാണ്. ഏറ്റവും അത്ഭുതകരമായിട്ടൊരു കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത്, സ്തന്യം സമാശ്രവച്ചാസ്യ ദൈവാദിത്യഥ നിശ്ചയ. ഈ കുഞ്ഞിനെ കണ്ട സമയത്ത് ഈ രാധയുടെ സ്ഥാനത്തിൽ നിന്നും മുലപ്പാല് ചുരന്നു വന്നു എന്നാണ്.
അത് സൂചിപ്പിക്കുന്നത് ഈ കുഞ്ഞിന് പിന്നീട്, ഈ കുന്തിപുത്രന് പിന്നീട് രാധ മുലയൂട്ടിയാണ് വളർത്തിയത്. കുന്തിദേവിയുടെ പ്രാർത്ഥനയനുസരിച്ച്, ആ പ്രാർത്ഥന ഗരുഡനും സൂര്യനും ഒക്കെ ദേവന്മാർക്ക് കേട്ട പ്രാർത്ഥനയാണ്, അവർ സ്വീകരിച്ച പ്രാർത്ഥനയാണ് എന്ന് കാണിക്കുന്ന രീതിയിൽ അത് ദൈവാത് എന്ന് പറഞ്ഞു. ദൈവാദിത്യഥ നിശ്ചയ, ദൈവയോഗം കൊണ്ട്, ഈശ്വര നിയോഗം കൊണ്ട് ആ സ്ത്രീയിൽ കുട്ടികളില്ലാത്ത, പ്രസവിക്കാത്ത രാധയുടെ സ്തനത്തിൽ നിന്നും സ്തന്യം, അതായത് മുലപ്പാല് ചുരന്നു വന്നു. കുഞ്ഞിനെ മുലയൂട്ടിയിട്ട് തന്നെയാണ് വളർത്തിയത് എന്ന്, അത് ഒരു ഈശ്വര നിയോഗമാണ് എന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ രാധ ഈ കുഞ്ഞിനെ വളർത്തുകയും ജന്മനാ തന്നെ ശരീരത്തിൽ കവചവും ദിവ്യമായ കുണ്ടലങ്ങളും ഉള്ളത് കൊണ്ടും തേജസ് കൊണ്ടും ഇവൻ ജന്മനാ തന്നെ നല്ല ധനത്തോട് കൂടിയിട്ട്, ധാരാളം ധനത്തോടു കൂടി ജനിച്ചവനാണ് എന്നുള്ളത് കൊണ്ട്, വസു എന്ന് വെച്ചാൽ ധനം എന്നർത്ഥമുണ്ട്. അങ്ങനെ കുഞ്ഞിന് അവർ വസുഷേണൻ എന്ന് പേര് വിളിച്ചു. ഈ പേര് വിളിച്ചത് ദ്വിജാതികൾ ബ്രാഹ്മണ പുരോഹിതന്മാർ തന്നെയായിരുന്നു. എല്ലാ തരത്തിലുള്ള സംസ്കാര കർമ്മങ്ങളും ചെയ്യിച്ചു, സൂതന് ചെയ്യേണ്ടതായ കർമ്മങ്ങളൊക്കെ ചെയ്യിച്ചു, നാമകരണാദികൾ ചെയ്തു. ആ നാമകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് വസുഷേണൻ എന്ന പേര് അദ്ദേഹത്തിന് കിട്ടിയത്. അങ്ങനെ ഈ വളർന്നു വരുന്ന സമയത്ത് കുന്തിദേവിക്ക് ചാരന്മാർ മുഖാന്തരം അറിവ് കിട്ടി, താൻ ഉപേക്ഷിച്ച കുഞ്ഞിനെ അംഗരാജ്യത്തുള്ള ഒരു സൂതൻ എടുത്തു വളർത്തുകയാണ് എന്ന്. അത് അറിഞ്ഞുകൊണ്ട് കുന്തിദേവിക്ക് ഒരു ആശ്വാസം ഉണ്ടാവുകയും ചെയ്തു. എവിടെയാണിത് പറഞ്ഞിരിക്കുന്നത്? സൂതസ്യ വപൃഥേംഗേഷു ശ്രേഷ്ഠ പുത്ര സ വീര്യവാൻ ചാരേണ വിദിതശ്ചാസീത് പ്രഥയാ ദിവ്യവർമ്മഭൃൽ. ദിവ്യമായ കവചത്തോട് കൂടിയിട്ടുള്ള ഒരു കുഞ്ഞിനെ സൂതന്മാരുടെ ദേശം, സൂതവിഷയം എന്ന് ഈ അംഗരാജ്യത്തിന് പൊതുവെ പേരുണ്ട്. അംഗരാജ്യം പ്രസിദ്ധമാണ്. അംഗരാജ്യത്തെ രാജാവായിട്ട് ലോമവാദൻ്റെ കഥയൊക്കെ നമ്മൾ ഋഷ്യശൃംഗൻ്റെ കഥയിൽ നമ്മൾ കേട്ടതാണ്. അങ്ങനെ നിരവധി അംഗരാജാക്കന്മാരുടെ കഥകളൊക്കെ മഹാഭാരതത്തിലും മറ്റ് പുരാണങ്ങളും ധാരാളമായിട്ട് കാണാം. അവിടെ ജനസംഖ്യ ദൃഷ്ടിയിൽ സൂതന്മാരുടെ എണ്ണം കൂടുതലാണ് എന്ന് ഊഹിക്കേണ്ടി വരും. അതാണ് ഇവിടെ സൂതവിഷയെ എന്ന് പറഞ്ഞിരിക്കുന്നത്. സൂതന്മാർ വസിക്കുന്ന രാജ്യം എന്നുള്ള അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രാജ്യത്ത് കവചങ്ങളോട് കൂടിയ കുഞ്ഞിനെ അവിടെയുള്ള സൂതനും തൻ്റെ ഭാര്യയ്ക്കും വളർത്താൻ കിട്ടിയതായിട്ടുള്ള കാര്യം കുന്തിദേവിക്ക് ചാരന്മാർ മുഖാന്തരം വിവരം കിട്ടുകയും അതുകൊണ്ട് തൻ്റെ മകൻ സുരക്ഷിതനാണ് എന്ന് കുന്തി ആശ്വസിക്കുകയും ചെയ്തു. എല്ലാ തരത്തിലും ആ കുഞ്ഞിന് ഒരു തരത്തിലും ഒരു കുറവും ഇല്ലാതെ തന്നെ വളരാൻ സാധിച്ചു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അധിരഥൻ തനിക്ക് ലഭിച്ച പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ കുഞ്ഞിനെ ലഭിച്ചതിന് ശേഷം ഈ അധിരഥനും രാധക്കും പിന്നീട് കുഞ്ഞുങ്ങളുണ്ടായി, ഔരസപുത്രന്മാർ. അതായത് രാധ തന്നെ കുറേ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ഐശ്വര്യവും ആർക്കുണ്ടായി എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. അധിരഥൻ ഈ കർണൻ വളർന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തെ കൂട്ടി ഹസ്തനപുരിയിലേക്ക് പോവുകയും അവിടെ വെച്ച് ദ്രോണാചാര്യർ, കൃപര്, പരശുരാമൻ, ഈ കൃപാചാര്യരും ദ്രോണരും ഹസ്തനപുരിയിൽ വെച്ച് അദ്ദേഹത്തിന് അസ്ത്രാഭ്യാസങ്ങൾ നൽകി. ആരെങ്കിലും അദ്ദേഹത്തെ ജാതീയമായിട്ട് അധിക്ഷേപിച്ചതായിട്ട് പറയുന്നില്ല. ബ്രാഹ്മണരായ കൃപരും ബ്രാഹ്മണൻ തന്നെയായ ദ്രോണരുമാണ് അദ്ദേഹത്തിന് ദിവ്യാസ്ത്രങ്ങളും എല്ലാ തരത്തിലുള്ള അസ്ത്രാഭ്യാസവും പഠിപ്പിച്ചു കൊടുത്തത്. ഒരു തരത്തിലും ഒരു അവഗണനയും ഈ ചെറിയ പ്രായത്തിൽ കർണന് ഉണ്ടായിരുന്നില്ല. അത് പല ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെയും വ്യാഖ്യാനിക്കുന്നത് പോലെയും അല്ല കാര്യങ്ങൾ. എല്ലാവിധ സൗകര്യങ്ങളും അദ്ദേഹത്തിന് അവിടെ ലഭിച്ചു എന്നുള്ളതാണ്. അതിനുശേഷമാണ് അദ്ദേഹം പരശുരാമൻ്റെ അടുത്ത് അസ്ത്രാഭ്യാസം പഠിക്കാൻ പോവുകയും അവിടെ വെച്ച് അസ്ത്രാഭ്യാസം പഠിച്ചു. ബ്രഹ്മാസ്ത്രം വരെ അദ്ദേഹത്തിന് ലഭിച്ചു. പക്ഷേ പരശുരാമൻ്റെ ഒരു ശാപം അദ്ദേഹത്തിനുണ്ടായി. അതുപോലെ ഗുരുകുലത്തിൽ വെച്ചിട്ട് ഒരു ബ്രാഹ്മണൻ്റെ പശുവിനെ കൊന്നുപോയതുകൊണ്ട് ആ ബ്രാഹ്മണൻ്റെ ശാപമുണ്ടായി. യുദ്ധസമയത്ത് തൻ്റെ തേരിൻ്റെ ചക്രം ഭൂമിയിൽ താഴ്ന്നു പോകട്ടെ എന്നായിരുന്നു ശാപം. ബ്രഹ്മാസ്ത്രം നൽകിയ പരശുരാമൻ്റെ ശാപം കള്ളം പറഞ്ഞതുകൊണ്ട്, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കള്ളം പറഞ്ഞതുകൊണ്ട് നിനക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് തോന്നാതെ പോകട്ടെ എന്നൊരു ശാപം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ശാപം ഫലിച്ചില്ല എന്നാണ് നമ്മൾ കർണപർവ്വത്തിൽ മനസ്സിലാക്കുന്നത്. കർണൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് കൂടി അർജുനന് നേരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിരുന്നു. അർജുനൻ അതിന് തിരിച്ച് പ്രത്യസ്ത്രവും പ്രയോഗിച്ചിരുന്നു. അതായത് ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിച്ചിരുന്നു എന്ന് കാണുന്നു. അപ്പോൾ ഈ പരശുരാമൻ്റെ ശാപം അത്ര ഒരു ഫലവത്തായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഹസ്തനപുരിയിൽ ബാക്കി തൻ്റെ യൗവനം കാലം തൊട്ട് ഹസ്തനപുരിയിൽ വളർന്നു വന്ന കർണൻ ദുര്യോധനനുമായി കൂട്ടുചേർന്നുകൊണ്ട് അർജുനനുമായിട്ട് സ്പർദ്ധ വളർത്തിയെടുത്തു എന്നാണ്. മത്സരബുദ്ധി, ദുര്യോധനോടുള്ള സ്നേഹം കൊണ്ട്, സൗഹാർദ്ദം കൊണ്ട് അർജുനൻ തൻ്റെ എതിരാളിയാണ്, അർജുനനെ എന്ത്
വില കൊടുത്തും വകവരുത്തണം, ഇല്ലായ്മ ചെയ്യണം, പാണ്ഡവന്മാരെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ള ഈ മത്സരബുദ്ധി, സ്പർദ്ധാബുദ്ധി ദുര്യോധനനുമായിട്ടുള്ള കൂട്ടുകെട്ട് കൊണ്ട് അദ്ദേഹത്തിനുണ്ടായി. തിരിച്ച് അർജുനനും ഈ കർണനോട് സ്പർദ്ധയുണ്ടായി എന്ന് പറയുന്നു. കർണൻ്റെ മറ്റൊരു പ്രധാന സ്വഭാവം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർണൻ ഈ ഉച്ച സമയത്താണ് മാധ്യം ദിനം ചെയ്യുക. രാവിലെയും സന്ധ്യക്കും ചെയ്യുന്ന സന്ധ്യാവന്ദനം പോലെ ഉച്ച സമയത്ത് ചെയ്യുന്ന മാധ്യം ദിനം എന്ന് പറയുന്ന ഒരു സൂര്യദേവനെ വണങ്ങിക്കൊണ്ടുള്ള ഒരു ചടങ്ങുണ്ട്, സന്ധ്യാവന്ദനം പോലെ തന്നെ. അപ്പോൾ കർണൻ മാധ്യം ദിനം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം നദിയിൽ വെള്ളത്തിൽ ഇറങ്ങി നിന്നുകൊണ്ടാണ് ഈ സൂര്യനെ തൊഴുതിട്ട് മന്ത്രങ്ങൾ ചൊല്ലുക, സൂര്യസ്തുതി ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട്. അദ്ദേഹം സൂര്യോപാസകനായതുകൊണ്ട് ഈ ഉപാസനയുടെ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഒരു വ്രതമുണ്ടായിരുന്നു. ആ സമയത്ത് ബ്രാഹ്മണർ വന്നിട്ട് എന്ത് ചോദിച്ചാലും ദാനം ചെയ്യും, അത് ചോദിച്ചാൽ കൊടുക്കും എന്നർത്ഥം. ചോദിക്കാതെ കൊടുക്കുന്നതാണ് ശരിയായ ദാനം. ചോദിച്ചിട്ട് കൊടുക്കുന്നത് ഒരു രണ്ടാം കടയാണെങ്കിൽ പോലും ചോദിച്ചാലെങ്കിലും കൊടുക്കുമെന്ന് പറയുന്നത് ഒരു നല്ല ഗുണമാണ്. അത് ഈ സൂര്യോപാസനയുമായി ബന്ധപ്പെട്ട് മാധ്യം ദിന സമയത്ത് സൂര്യസ്തുതി ചെയ്യുന്ന സമയത്ത് ആരെന്നല്ല ബ്രാഹ്മണർ വന്ന് എന്ത് ചോദിച്ചാലും അത് കൊടുക്കും എന്നുള്ള ഒരു വ്രതമാണ് തൻ്റെ ഉപാസനയുടെ ഭാഗമായിട്ട് അദ്ദേഹം കൊണ്ടു നടന്നത്. അല്ലാത്ത സമയത്ത് അദ്ദേഹം ദാനം ചെയ്തിരുന്നോ എന്ന കാര്യമൊന്നും വ്യാസമഹാഭാരതത്തിൽ പറയുന്നില്ല. ഇതൊരു ഉപാസനയുടെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്തിരുന്നു. ഇപ്പോൾ യാഗത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾ ദാനം ചെയ്യും, മറ്റ് ഏതെങ്കിലും പുണ്യപ്രവർത്തികൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ദാനം ചെയ്യാനുള്ള തീരുമാനം. അപ്പോൾ അങ്ങനെ ഒരു വ്രതം എടുത്തു കഴിഞ്ഞാൽ ആ വ്രതത്തെ ഉപേക്ഷിക്കാതിരിക്കുന്നത് ആ ഉപാസനയുടെ ശക്തി വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. അങ്ങനെ അദ്ദേഹം ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് പറയുന്ന ശ്ലോകവും ഇവിടെയുണ്ട്. യഥാച കർണോ രാജേന്ദ്ര ഭാനുമന്തം ദിവാകരം സ്തൗതി മധ്യന്തിനെ പ്രാപ്തേ പ്രാഞ്ജലി സലിലേ സ്ഥിത തത്രേന മനുതിഷ്ഠന്തി ബ്രാഹ്മണാ ധനഹേതുന. അങ്ങനെയും പറഞ്ഞു. എന്ന് വെച്ചാൽ ഈ സമയത്ത് ഇദ്ദേഹം ചോദിച്ചത് എന്തും ദാനം ചെയ്യും എന്നുള്ളത് കൊണ്ട് എപ്പോഴും ഇദ്ദേഹം നദിയിലിറങ്ങി മാധ്യദിനത്തിൻ്റെ ഭാഗമായിട്ട് സൂര്യനെ സ്തുതിക്കുന്ന സമയത്ത് ചുറ്റുപാടും ബ്രാഹ്മണർ വന്നു ചേരും. ധനഹേതുന, ധനം അദ്ദേഹത്തോട് ചോദിച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണർ. അപ്പോൾ നല്ല അവസരമാണല്ലോ ഇങ്ങനൊരു ദൗർബല്യം, ഇങ്ങനൊരു വ്രതം അത് ദൗർബല്യമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വരും. അങ്ങനെ ബ്രാഹ്മണർ എന്നും അദ്ദേഹത്തിൻ്റെ ഈ ജപസമയത്ത് വന്ന് ധനം യാചിക്കുമായിരുന്നു എന്നും പറഞ്ഞിരിക്കുന്നു. നാദേയം തസ്യ തത്കാലേ കിഞ്ചിതസ്തി ദ്വിജാതിഷു. അപ്പോൾ ആ കാലത്ത് ഇങ്ങനെ ജപം ചെയ്യുന്ന കാലത്ത്, ആ സമയത്ത് അതേയം തസ്യ, അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒന്നുമില്ലായിരുന്നു എന്നാണ്. എന്ത് ചോദിച്ചാലും കൊടുക്കുമായിരുന്നു എന്ന് പറയുന്നു ഉപാസനയുടെ ഭാഗമായിട്ട്. ഈ വ്രതമാണ് സ്വപ്നത്തിൽ വന്ന സൂര്യൻ, സ്വപ്നദർശനം ചെയ്ത സൂര്യൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ഈ വ്രതം നീ നിന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി ഈ വ്രതം നീ ഉപേക്ഷിക്കണം എന്ന് സൂര്യൻ, ഉപാസനാമൂർത്തിയായ സൂര്യൻ തന്നെ പറഞ്ഞിട്ടും കർണൻ പറഞ്ഞു എനിക്ക് അത് ഉപേക്ഷിക്കാൻ പറ്റില്ല, എനിക്ക് കീർത്തിയാണ് വലുത് എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ സ്വീകരിക്കുമെന്ന് പറഞ്ഞു, സ്വപ്നത്തിൽ പറഞ്ഞു. പക്ഷേ സ്വപ്നം വിട്ട് ഉണർന്നപ്പോൾ അദ്ദേഹത്തിന് ആ വ്രതത്തിൻ്റെ പവിത്രത അദ്ദേഹം നഷ്ടപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ദാനം ചെയ്യുന്നതിന് പകരം അദ്ദേഹം പകരം വാങ്ങിയിട്ട്, അത് വിനിമയം എന്ന് അദ്ദേഹം തന്നെ ആ വാക്ക് ഉപയോഗിച്ചിരുന്നു. വിനിമയം കൃത്വ, അമോഘ എന്ന ശക്തി വാങ്ങിയിട്ട് തൻ്റെ കുണ്ടലങ്ങളും കവചവും കൊടുക്കുക എന്നുള്ള ഒരു ധർമ്മലോപം അദ്ദേഹത്തിനുണ്ടായി. അത് ഒരു തരത്തിലും ദാനമല്ല, വിനിമയമാണ്, വിപണനമാണ്, കച്ചവടം പോലെയുള്ളതാണ് എന്ന കാര്യവും. അത് കർണൻ്റെ മഹത്വത്തെയല്ല കാണിക്കുന്നത്. കർണനുണ്ടായിരുന്ന ഒരു നല്ലൊരു ശീലം, ഒരു വ്രതത്തെ അദ്ദേഹം തന്നെ കീർത്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ട് യുദ്ധത്തിൽ അർജുനനെ കൊല്ലാൻ ഉള്ള ആ ഒരു വാശി കൊണ്ട്, മത്സരബുദ്ധി കൊണ്ട്, തൻ്റെ ഒരു സദ്ഗുണത്തെ അദ്ദേഹം ബലികഴിച്ചുകൊണ്ട് പകരം വാങ്ങിയിട്ടത് കൊടുക്കുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ ഈ വ്രതനിഷ്ഠയ്ക്ക് ഭംഗമാണ് വന്നിട്ടുള്ളത് എന്നും നമ്മൾ മനസ്സിലാക്കണം. എല്ലാ സമയത്തും ദാനം ചെയ്യുന്ന സ്വഭാവവും അദ്ദേഹത്തിനില്ലായിരുന്നു. അതേസമയത്ത് പാണ്ഡവന്മാർ, അർജുനനും യുധിഷ്ഠിരനും മറ്റ് എല്ലാവരും പാണ്ഡവന്മാർ, അവർ പൊതുവെ കർണനെ പോലെ തന്നെ ബ്രാഹ്മണ ഭക്തന്മാരായിരുന്നു. എല്ലാ സമയത്തും ബ്രാഹ്മണർ ചോദിച്ചാൽ എന്തും കൊടുക്കുന്നവരായിരുന്നു അവർ. സൂര്യോപാസന ചെയ്യുന്ന സമയത്ത് മാത്രമല്ല, എല്ലാ സമയത്തും ഏത് സമയത്തും ബ്രാഹ്മണർക്ക് എന്തും ദാനം ചെയ്യുന്നവരായിരുന്നു. അങ്ങനെ ബ്രാഹ്മണൻ്റെ പുത്രന്മാരെ, മരിച്ചുപോയ പുത്രന്മാരെ രക്ഷിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടാണ് അർജുനൻ, സന്താനഗോപാലം എന്നൊരു കഥ പുരാണപ്രസിദ്ധമാണ്. മഹാഭാരതത്തിൻ്റെ അഖിലഭാഗമായ ഹരിവംശത്തിൽ ആണ് ഈ സന്താനഗോപാലം എന്ന് നമ്മൾ വിളിക്കുന്ന ബ്രാഹ്മണപുത്രന്മാരെ അർജുനൻ കൊണ്ടുവരുന്നതായിട്ടുള്ള കഥ പറഞ്ഞിട്ടുള്ളത്.
അവിടെ ഈ ബ്രാഹ്മണനോടുള്ള സത്യം പാലിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അർജുനൻ അഗ്നിപ്രവേശം ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രാഹ്മണർക്ക് എന്തും കൊടുക്കുക, ചോദിച്ചത് എന്തും കൊടുക്കുക എന്നുള്ള വ്രതം എല്ലാ സമയത്തും പാണ്ഡവന്മാർക്കുണ്ടായിരുന്നു എന്ന കാര്യം കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അത് കർണൻ്റെ മാത്രം ഒരു സവിശേഷതയായിട്ട് നമ്മൾ മനസ്സിലാക്കരുത് എന്നും പറയുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, കർണൻ്റെ ചില വഴിപിഴച്ചതായ പ്രവർത്തനങ്ങൾ, ദുര്യോധനൻ്റെ കൂടെ നിന്നുകൊണ്ട് പാണ്ഡവന്മാരെ ഉപദ്രവിച്ചതും പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യാൻ പോലും ആജ്ഞ കൊടുത്തതുമായ കാര്യങ്ങൾ നിരവധി അദ്ദേഹത്തിൻ്റെ ദുശ്ചരിതങ്ങൾ, ദുശ്ചേഷ്ടകളുണ്ട്. യുദ്ധത്തിൽ അദ്ദേഹം കാണിക്കുന്ന പല ചതികൾ, അഭിമന്യുവിനെ ചതിച്ചത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ അതാ സമയത്ത് നമ്മൾ ഓർമ്മിക്കും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനൊരു ദോഷം കർണന് വന്നു ചേർന്നത് ചെറുപ്പത്തിൽ അമ്മ ഉപേക്ഷിച്ചത് കൊണ്ടാണ്, അച്ഛനമ്മമാരില്ലാതെ അനാഥനായത് കൊണ്ടാണ് എന്ന വാദം നിലനിൽക്കുന്നില്ല. കാരണം അദ്ദേഹം അനാഥനായിരുന്നില്ല, അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അധിരഥനും രാധയും അച്ഛനും അമ്മയുമായിട്ട് അദ്ദേഹത്തെ പരിരക്ഷിച്ചു. രാധ മുലയൂട്ടിയിട്ടാണ് അദ്ദേഹത്തെ വളർത്തിയത് എന്നുള്ളത് കൊണ്ട് അതുകൊണ്ടാണ് കർണൻ വഴിപിഴച്ചു പോയത് എന്ന് പറയാൻ യാതൊരു തരത്തിലും ന്യായമില്ല. അങ്ങനെയാണെങ്കിൽ കുന്തിയും വഴിപിഴച്ചു പോകേണ്ടതാണ്. കാരണം കുന്തി സ്വന്തം അച്ഛനും അമ്മയുമല്ല അവരെ വളർത്തിയത്, ദാനം ചെയ്യുകയും ദത്ത് കൊടുക്കുകയായിരുന്നു. കുന്തിഭോജനാണ് വളർത്തിയത്. അപ്പോൾ സ്വന്തം അച്ഛനും അമ്മയും ഉപേക്ഷിച്ച് മറ്റൊരു അച്ഛൻ്റെയും അമ്മയുടെയും സംരക്ഷണത്തിൽ വളരുകയും അവരുടെ ചൊൽപ്പടിക്ക് നിന്നുകൊണ്ടാണ് ദുർവാസാവിനെ സേവിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വന്നത് എന്നുള്ളത് കുന്തിയുടെയും ഒരു നിവൃത്തികേടാണ്. പക്ഷേ കുന്തി അധാർമികമായി തീർന്നില്ല. തൻ്റെ ബാല്യകാലത്ത് വന്ന ഒരു അബദ്ധത്തിൽ ഈ മന്ത്രത്തെ ഉപയോഗിച്ചു പോയി എന്നല്ലാതെ ധർമ്മം വിട്ട് ഒന്നും കുന്തി പെരുമാറിയിട്ടില്ല എന്ന് അവിടെ പ്രത്യേകം എടുത്തു പറയുകയും ചെയ്യുന്നു. അങ്ങനെ പലതരത്തിൽ നമ്മൾ കർണൻ്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. കുന്തി തൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചത് സ്നേഹക്കുറവ് കൊണ്ടല്ല, അത് എവിടെയും ചത്തുകൊള്ളട്ടെ എന്ന് കരുതിയിട്ടുമല്ല, ഒരു കന്യകയുടെ നിവൃത്തികേടാണ്. പ്രാർത്ഥനയും കരച്ചിലും ആ സമയത്ത് കുന്തി ചെയ്തത് തന്നെ അതിൻ്റെ സാക്ഷ്യമാണ്, പ്രമാണമാണ്. പ്രത്യേകിച്ച് ആ കുഞ്ഞ് ദിവ്യ ശിശു ആയതിനാൽ ദേവന്മാർ അച്ഛനായ സൂര്യനും അദ്ദേഹത്തെ രക്ഷിച്ചുകൊള്ളും, ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെട്ട് വന്നുകൊള്ളും എന്നുള്ള വിശ്വാസവും പ്രതീക്ഷയും കുന്തിയിൽ സുദൃഢമായി ഉണ്ടായിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് കർണൻ്റെ ജീവിതത്തെ മനസ്സിലാക്കാൻ ഇത്തരം കാര്യങ്ങളെ നമ്മൾ മാർഗബിന്ദുക്കളായിട്ട് എടുക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്.